ഗായ്സ്, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ആ ആൻസർ കിട്ടിയിരിക്കുന്നു. മൈക്രോസെഫാലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ ഡിറ്റക്ട് ചെയ്തിട്ടില്ല അൺഫോർച്ചുനേറ്റ്ലി. അപ്പം എൻ്റെ കുട്ടി മാക്സിമം ഈ ദുനിയാവ് എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ട് മനസ്സ് വിഷമത്തോടു കൂടി ഞാനും ജീവിക്കുന്നുണ്ട്. കുഴപ്പമില്ല, കാരണം എൻ്റെ കുട്ടിയുടെ ആ ഒരു വിഷമവും വിഷമം അവൾക്കില്ല. വേദന എത്രത്തോളം എനിക്ക് പോലും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഈവൺ അവളെ ഉമിനീര് ഇറക്കാനോ അവൾക്ക് പ്രോപ്പറായി ഫുഡ് കഴിക്കാനോ പറ്റൂല. ഈവൺ അവൾക്ക് മോഷൻ പോകാൻ പോലും അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ആണ് മോൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അപ്പം അത് കാണുമ്പം എനിക്ക് മാനസികമായിട്ട് എനിക്കും എൻ്റെ പാരൻസിനും ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ അള്ളാ തന്ന ഗിഫ്റ്റ് അല്ലേ, അപ്പം നമ്മൾ എന്താക്കുക, അള്ള തന്ന ഗിഫ്റ്റിനെ പൂർണ്ണമായി സ്വീകരിച്ച് എൻ്റെ പൊന്നു മോളാന്ന് ഓളെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ സാങ്കേതിക വിദ്യ ടെക്നോളജി എത്ര വലുതായാലും ഇന്നും ഇതുപോലത്തെ കുട്ടികൾ ജനിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ക്വാളിറ്റി സ്കാനിങ് ചെയ്താലും ഇനി സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം നമുക്ക് മനസ്സിലാക്കാം. ഇനി ഒരു ടെക്നോളജിയിലും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുട്ടികളും ജനിക്കുന്നുണ്ട്. അതാണ് വേറൊരു വാസ്തവം. ഞാൻ തന്നെ അതിന് എക്സാമ്പിൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗം ഇങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം വേറെ രീതിയിലും കണ്ടിട്ടുണ്ട്. മൈക്രോസെഫാലി ഡിറ്റക്ട് ചെയ്യാമായിരുന്നു എങ്കിലും ഏത് ടെസ്റ്റിലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത കുട്ടികളും ജനിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ. നെക്സ്റ്റ് വീഡിയോയിൽ ആ സ്റ്റോറി പറയാം ഗൈസ്. ബൈ.